ബിരിയാണി ഇഷ്ടമില്ലാത്തവരാരാ ഉള്ളത് അല്ലേ? അപ്പം ഇന്നൊരു വെറൈറ്റി ബിരിയാണി ആക്കിയാലോ. 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ വലിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് 5 പച്ചമുളക്, 2 ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ 10 കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. ഗ്രീൻ ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് 1 കപ്പ് മല്ലിച്ചപ്പ് പുതിന എടുത്തിട്ടുണ്ട്. അത് ഈ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. അത് പുളിയില്ലാത്ത തൈരാണ് ആഡ് ചെയ്യണത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മസാല നന്നായിട്ട് ഈ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മൾ ബിരിയാണിക്കുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യുക. ബേ ലീഫ്, പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക. ഇനി ഇതിലേക്ക് 8 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്യണത് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി വെള്ളം നല്ല തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരി ഇടാം കേട്ടോ. ഞാൻ ഇവിടെ 1 കിലോന് അരിയാണ് എടുത്തുള്ളത്. 1 കിലോ എന്ന് പറയുമ്പോൾ 5 ഗ്ലാസ് അരിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പകുതി നാരങ്ങ ഇതുപോലെ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പാന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ റൈസ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് മസാല റെഡിയാക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് 2 വലിയ സവോള ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ഇട്ടിട്ട് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റൈസ് ഒന്ന് നമുക്ക് നന്നായി ഇളക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ നന്നായി വാടിയുണ്ടെങ്കിൽ ഇതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു തണ്ട് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കുക. ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യുക. അതിനായിട്ട് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം, പെരിഞ്ജീരകം പൊടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് ആ ചിക്കൻ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്, മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ദമ്മിടാം കേട്ടോ. ദമ്മിടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ചോറ് മാറ്റി വെക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഈ ചിക്കൻ മസാല നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസൊക്കെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. അപ്പോൾ നമ്മൾ ഗ്രീൻ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്.